ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. മിൽപോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇറ്റ്സ് ആൻ ഐലൻഡ് ആക്ച്വലി. അപ്പം ആ ഐലൻഡിലേക്കാണ് പോണേ. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ലാഗ്സ് എന്ന് പറഞ്ഞൊരു ടൗണാണ്. ഇവിടെ നിന്ന് ഫെറിയിൽ വേണം ഐലൻഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഒരു ഫെറി അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുവാണ്. 30 മിനിറ്റ്സിൽ അടുത്ത ഫെറി വരും. അപ്പോൾ അതിൽ കയറിയിട്ട് ഐലൻഡിലോട്ടാണ് പോകുന്നത്. ബോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അനുവിന് ഭയങ്കര ആഗ്രഹം കാറ് ഫെറിയിൽ കൊണ്ടുപോകാൻ. അപ്പം ഞങ്ങൾ കാറ് ഫെറിയിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം. ഫെറിയിൽ കയറി ഏറ്റവും മുകളിൽ നിൽക്കുന്ന നല്ല കാറ്റ്, ചെറുതായിട്ട് മഴയുണ്ട്. അനുവിന് വരാൻ പറ്റിയില്ല. അനുവിൻ്റെ കാറ് താഴെ പാർക്ക് ചെയ്തിരിക്കണോണ്ട് കാറിൽ തന്നെ ഇരിക്കണം. കാരണം വെച്ചാൽ ഇതൊരു ഭയങ്കര ചെറിയ ഷോർട്ട് ടൈം ഫെറിയാണ്. ലൈക്ക് 8.5 മിനിറ്റേ ഉള്ളൂ. 8.5 മിനിറ്റ് ഫെറിയിൽ പോയി കഴിഞ്ഞാൽ ഐലൻഡിലെത്തും. അപ്പം ഞാനിങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ നിന്നൊക്കെ ഇറങ്ങി ഈ ഐലൻഡിലെത്തി. ശരിക്കും ഈ ഐലൻഡിൻ്റെ പേര് ദ ഗ്രേറ്റ് കംബ്രോ ഐലൻഡ് എന്നാണ് പേര്. പക്ഷേ അതിലത്തെ ഒരേ ഒരു ടൗണാണ് മിൽപോർട്ട്. അപ്പോൾ അതുകൊണ്ട് മിൽപോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഐലൻഡ് എന്നാണ് സിഗ്നിഫൈ ചെയ്യണത്. അപ്പോൾ ഈ ഐലൻഡിലെത്തി ഒരു ചെറിയ ഐലൻഡാണ്. അപ്പോൾ പറയുന്നത് ഇതിൻ്റെ ചുറ്റും, ഈ ഐലൻഡിന് ചുറ്റുമുള്ളൊരു റോഡ് ഇറ്റ്സ് ലൈക്ക് 10.25 മൈൽസ് അത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു ഐലൻഡ്. ആ ഐലൻഡിൽ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ കാരണം. അപ്പോൾ ആ ഐലൻഡിൻ്റെ ബ്യൂട്ടി ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നാരോവസ്റ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ വാതിൽ കണ്ടിട്ടുണ്ടാവും, ഇത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ വിഡ്ത്താണ് പറയുന്നത് 47 ഇഞ്ച് വിഡ്ത്താണ് അതിനുള്ളത്. പക്ഷെ നീളം എനിക്ക് തോന്നുന്നു 22 ഫീറ്റ് എന്തോ ഉണ്ട്. അപ്പോൾ ഇതാണ് നാരോവസ്റ്റ് ഹൗസ് ഇൻ ദ വേൾഡ്. അപ്പം ഈ സ്ഥലത്തെക്കുറിച്ച്, ഈ ഐലൻഡിനെ കുറിച്ച് പറയുന്നത് ഐലൻഡ് ഓഫ് 1000 ബൈസൈക്കിൾസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഇവിടെ സൈക്ലിംഗ് ഭയങ്കര കോമൺ ആണ്. കുറേ ഷോപ്സ് ഉണ്ട് നമുക്ക് സൈക്കിൾ റെൻറ്റിനൊക്കെ എടുത്ത് ഈ ഫുൾ ഐലൻഡ് ഇങ്ങനെ സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്യാൻ. ഞാനാണെങ്കിൽ സൈക്കിൾ ചവിട്ടിയിട്ടൊരു മിനിമം 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് ആ ഒരു സൈക്കിൾ ചവിട്ടുന്നത്. അതും ശരിക്ക് വണ്ടികളൊക്കെ പോകുന്ന ഒരു റോട്ടിൽ കൂടെ. ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ അനുവും ഐക്കിയും കൂടെ ഐക്കിക്ക് ഇരിക്കാനുള്ളൊരു സീറ്റ് വെച്ചിട്ടുള്ളൊരു സൈക്കിളാണ് അവർ ചവിട്ടിക്കൊണ്ടിരിക്കണേ. നല്ല രസമുണ്ട്. Aiki, how was it? Nice. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഗാരിസൺ ഹൗസ്. അപ്പോൾ ഇത് പണിഞ്ഞിട്ടുള്ളത് 1745 പറയുന്നത്. അത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഇതൊരു ഫയർ വന്ന് റിനോവേഷനൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇതൊരു ഐലൻഡും ഒരു പോർട്ടൊക്കെ പോലെ ആയതുകൊണ്ട് സ്മഗ്ലിങ്ങിന് വേണ്ടി ഒത്തിരി സ്മഗ്ലിങ് നടന്നിരുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ കസ്റ്റംസിൻ്റെ ക്യാപ്റ്റന് താമസിക്കാനായിട്ട് അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഹൗസാണ് ഈ ഗാരിസൺ ഹൗസ്. ഭയങ്കര ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ NHS, ലൈബ്രറി, മ്യൂസിയം, കഫേ അങ്ങനെ പലതുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്തേക്കുവാണ്.
ഇത് അത്ര സീസണൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ റഷൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ചവിട്ടി പോകുന്നുണ്ട്. അടുത്തത് ഞങ്ങൾ ഇപ്പോൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൊക്കഡൈൽ റോക്ക് കാണാനാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് ദ ക്രൊക്കഡൈൽ റോക്ക്. മിൽപോർട്ടിലത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് അവർ പറയുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രൊക്കഡൈലിൻ്റെ ഷേപ്പിലൊരു റോക്ക്. അപ്പോൾ അവർ പറയുകയാണ് ഈ റോക്ക് അവിടെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന റോക്കായിരിക്കും. പക്ഷേ അറൗണ്ട് 100 years ബാക്ക് ഒരാൾ ഇങ്ങനെ ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു ക്രൊക്കഡൈൽ ഇങ്ങനെ ഷോറിലേക്ക് വന്ന് നിൽക്കണ പോലെ തോന്നി. അപ്പോൾ അയാൾ അന്ന് ഇത് ക്രൊക്കഡൈൽ പോലെ പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് അയാളത് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ തൊട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ ഇതൊരു ഫേമസ് അട്രാക്ഷനായി. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ക്രൊക്കഡൈലിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ് പറയണേ. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് ആ ക്രൊക്കഡൈലിൻ്റെ അടുത്തേക്ക് പോകണ ആ വഴിയിൽ ഫുള്ള് ഇങ്ങനെ പൂപ്പൽ വന്ന് ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. നല്ല രസമുള്ള ഫീലിംഗ്, നല്ല കാറ്റ്. അങ്ങോട്ട് ഉള്ളിലേക്ക് കുറേയും കൂടെ നടക്കാം, പക്ഷെ മൊത്തം ഭയങ്കര വഴുക്കൽ. അത് കാരണം തിരിച്ചു പോന്നു. ഭയങ്കര രസമുള്ളൊരു ബീച്ച്. എങ്ങനെ ഞാൻ പറയാം, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ബീച്ച്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണൊന്നും അല്ല, സമ്മറിലൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആവുമെന്ന് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ബീച്ച് ഭയങ്കര എംപ്റ്റിയാണ്. വീണോ? ചവിട്ടാൻ പറ്റുന്നില്ല, ഭയങ്കര കയറ്റം. അടുത്ത് പോകാൻ പോകുന്നത് ദ കത്തീഡ്രൽ ഓഫ് ഐൽസ്, ഒരു ചേർച്ചാണ്. സ്കോട്ടിഷ് എപ്പിസ്കോപ്പൽ ചേർച്ചിൻ്റെ കീഴിൽ വരുന്നൊരു ചേർച്ച്. അതിൻ്റെ പ്രത്യേകത ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. കത്തീഡ്രലിൻ്റെ എൻട്രൻസിൽ കൂടെ ഞങ്ങൾ നടന്നു പോണേ. നോക്കിയപ്പോൾ 2 സൈഡിലും പോണികളൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ കത്തീഡ്രൽ. ഇതാണ് ഞാൻ പറഞ്ഞ കത്തീഡ്രൽ ഓഫ് ഐൽസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്മോളസ്റ്റ് ചേർച്ച് ഇൻ UK. സ്മോളസ്റ്റ് ചേർച്ച് ഇൻ യൂറോപ്പ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആകെ 100 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടി ചേർച്ച്. എനിക്ക് തോന്നുന്നു അതിൻ്റെ റീസണായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഇത് ഭയങ്കര ചെറിയൊരു ഐലൻഡാണ്. അപ്പോൾ ഇതിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ അറൗണ്ട് 1500-1800 ആ റേഞ്ചിലുള്ള ആൾക്കാരെ ഈ മൊത്തം ഐലൻഡിലുള്ളൂ. അപ്പോൾ അതായിരിക്കാം ഇത്രയും കുഞ്ഞൊരു ചേർച്ച് വരാനുള്ള റീസൺ. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് കത്തീഡ്രലിൻ്റെ ഉൾഭാഗം. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പഴക്കമുള്ള പോലെ നമുക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു കുട്ടി കത്തീഡ്രൽ. അപ്പം അതാണ് കത്തീഡ്രൽ. ഒരുപാട് നേരത്തെ സൈക്കിൾ ചവിട്ടലിനൊടുവിൽ ക്ഷീണിതരായ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയേക്കുവാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി തുടങ്ങും. അങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ എടുത്തിട്ട് ഇപ്പോൾ 2-3 മണിക്കൂറായി.
ഇങ്ങനെ ചവിട്ടി 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 ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സൈക്കിൾ ചവിട്ടുമ്പോഴത് അത്ര സുഖമുള്ള കാര്യമല്ലെങ്കിലും എന്നാലും നല്ല രസമുണ്ട്. ഒരു പുതിയ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അയ്യോ എന്തൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് തോന്നും എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞിരിക്കും, പക്ഷെ ശരിക്കും ഭയങ്കര ഭംഗിയാ. ഈ ബാക്കിലൊക്കെ നല്ല രസമുള്ള കുറേ വീടുകളാണേ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയോ അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ജസ്റ്റ് കുഞ്ഞി കുറേ ഷോപ്പുകൾ അത്രേ ഉള്ളൂ ഈ ഐലൻഡിനകത്ത്. അപ്പം ഒരു റിട്ടയർഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ ആൾക്കാർ വന്ന് സെറ്റിൽ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ലയൺസ് റോക്ക് തപ്പിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഫുള്ള് കോസ്റ്റലല്ലേ ഐലൻഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലായിടത്തും ഓരോ ഷേപ്പിൽ ഓരോ പാറ ഉണ്ടാവും. ഓരോരുത്തരും ഓരോന്ന് കണ്ടിട്ട് ഓരോന്ന് പോലെയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ പാറ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഇനി ഇതാണോ ലയൺസ് എന്ന് അറിയില്ല. എനിക്ക് കണ്ടിട്ട് ലയൻ്റെ പോലെ ഒന്നും തോന്നിയില്ല. പിന്നെ കുറേയും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇന്ത്യൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു റോക്ക് ഉണ്ട്. പക്ഷെ അവിടെ വരെ ചവിട്ടാനുള്ള സ്റ്റാമിന ഇല്ല. ഇനി ഒരു 4-5 മൈൽ അങ്ങോട്ട് ചവിട്ടണം. അത്ര സ്റ്റാമിന ഇല്ല. അപ്പോൾ അത് ചുമ്മാ ഒരു ഫേസ് അതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇന്ത്യൻ്റെ ഫേസ് പോലെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതെന്തായാലും കാണൂലായിരിക്കും. ലയൺസ് ഇത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ ചവിട്ടി നോക്കും. വേറെ ലയണൊന്നും കണ്ടില്ലെങ്കിൽ ഇത് തന്നെയാണ് ലയൺ. ഇവിടെ വന്നിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റം എന്തൊരു വെൽക്കമിങ്ങാണ്. ഭയങ്കര എന്നുവെച്ചാൽ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരൊക്കെ ഹലോ എന്താ വിശേഷം, സുഖമാണോ, ഹൗ ഇസ് യുവർ ഡേ, അങ്ങനെ എല്ലാവരും വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് പോണേ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു ഭയങ്കര ക്യൂട്ടാണ്. സൈക്കിള് ഞങ്ങൾ തിരിച്ചു കൊടുത്തു. കാരണം ചൈക്ക് അതിൻ്റെ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങി പിടുക്കോ ഒന്ന് വീഴാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഞങ്ങളിന്ന് നേരത്തെ എണീറ്റ് പോകുന്നതാണ്. അപ്പോൾ അവൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അവൻ ഉറങ്ങി വീഴാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ തിരിച്ചു കൊടുത്തു. 4 മണിക്കൂർ ചവിട്ടിയിട്ടാണ്. കാലൊന്നും അനക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് സൈക്കിൾ ചവിട്ടണേ. അതും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നല്ല രസമായിരുന്നു. പ്ലസ് ഈ ടൗൺ എന്ന് പറഞ്ഞാൽ മിൽപോർട്ട് എന്ന് പറഞ്ഞ ടൗൺ ഭയങ്കര ക്യൂട്ടായിട്ട് കുഞ്ഞു ഷോപ്പുകളും ചെറിയ ബിൽഡിങ്ങുകളും ഈ ബീച്ചസും ഭയങ്കര രസമുള്ളൊരു ടൗണായിരുന്നു. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു ദിവസം ഇവിടെ കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.